കാർഷിക വാർത്തകൾ. ഇറക്കുമതി കുരുമുളകിനോട് മുഖം തിരിച്ച് വ്യവസായികൾ. ഇത് നാടൻ കുരുമുളകിന് വില ഉയർത്തിയേക്കും. റബ്ബറിന്റെ മുന്നേറ്റം നിലനിർത്താനാകാതെ വിപണി, ഏലം വിപണി സജീവം. ഇറക്കുമതി കുരുമുളകിന് നിലവാരമില്ലെന്ന കാരണത്താൽ വ്യവസായികൾ വിദേശ ചരക്കിൽ നിന്നും പിൻവലിയുന്നു. ഉത്തരേന്ത്യൻ കറിമസാല വ്യവസായ മേഖലയിൽ പുതിയ അനിശ്ചിതത്വങ്ങൾക്ക് ഇത് ഇടയാക്കും. കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള കുരുമുളകിനെ തഴഞ്ഞ് വില കുറഞ്ഞ ഇറക്കുമതി ചരക്കിനെ ആശ്രയിച്ചവരാണ് പ്രതിസന്ധിയിലായത്. സാന്ദ്രതയും എരിവും കുറഞ്ഞ വിയറ്റ്നാം കുരുമുളക് ശേഖരിച്ചവർ ഉൽപ്പന്നം തിരിച്ചുവിടാൻ നീക്കം നടത്തുന്നതായി വിപണി വൃത്തങ്ങൾ. പുതിയ സാഹചര്യത്തിൽ വ്യവസായികൾ നാടൻ കുരുമുളകിലേക്ക് ശ്രദ്ധ തിരിക്കുമെന്ന സൂചനയാണ് വിപണിയിൽ നിന്നും ലഭ്യമാകുന്നത്. ഇതിനിടയിൽ സംസ്ഥാന കൃഷി വകുപ്പ് നടത്തിയ പഠനത്തിൽ അടുത്ത വർഷം കേരളത്തിൽ കുരുമുളക് ഉൽപ്പാദനം 25% കുറയുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതും ഉൽപ്പന്ന വിൽപ്പന നിയന്ത്രിക്കാൻ കാർഷിക മേഖലയെ പ്രേരിപ്പിക്കുന്നു. കൊച്ചിയിൽ അൺഗാർബിളിന് 64,300 രൂപ. തെക്കൻ ജില്ലകളിൽ നിന്നും അച്ചാർ വ്യവസായികൾക്ക് ആവശ്യമായ മൂപ്പ് കുറഞ്ഞ പച്ചക്കുരുമുളക് വിൽപ്പനയ്ക്കിറങ്ങി. കിലോ 175 രൂപയിലാണ് ഇടപാടുകൾ നടക്കുന്നത്. രാജ്യാന്തര റബ്ബർ അവധി വ്യാപാരത്തിൽ കഴിഞ്ഞ വാരം അനുഭവപ്പെട്ട കുതിച്ചുചാട്ടം നിലനിർത്താൻ വിപണിക്കായില്ല. ഇടപാടുകാർ ലാഭമെടുപ്പിനെ കാണിച്ച തിടുക്കവും ഊഹക്കച്ചവടക്കാർ വിൽപ്പനയിലേക്ക് ശ്രദ്ധ തിരിച്ചതും ഷീറ്റ് വിലയെ ബാധിച്ചു. കഴിഞ്ഞ വാരം തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിലനിന്ന കനത്ത മഴ കർഷകരെ ടാപ്പിംഗിൽ നിന്നും പിന്തിരിപ്പിച്ചിരുന്നു. അതേസമയം ഇന്ന് ബാങ്കോക്കിൽ ഷീറ്റ് വില താഴ്ന്നതിനെ ചുവടുപിടിച്ച് കേരളത്തിൽ 4ാം ഗ്രേഡ് റബ്ബർ കിലോ 194 രൂപയിൽ നിന്നും 191 രൂപയായി. ഏലം വിളവെടുപ്പിനൊപ്പം ലേലകേന്ദ്രങ്ങളിൽ ചരക്ക് വരവ് ഉയർന്നതും വാങ്ങലുകാരെ ആകർഷിച്ചു. വണ്ടൻമേട്ടിൽ രാവിലെ നടന്ന ലേലത്തിൽ 86,722 കിലോ ചരക്ക് വിൽപ്പനയ്ക്ക് എത്തിയതിൽ 79,186 കിലോയും വിറ്റഴിഞ്ഞു. വലിപ്പം കൂടിയ ഏലയ്ക്ക് കിലോ 3,401 ഉയർന്നു. ഉത്തരേന്ത്യൻ ഡിമാൻഡിൽ ശരാശരി ഇനങ്ങൾ 2,914 രൂപയിൽ കൈമാറി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുനൂർ തേയില ലേലത്തിൽ മികച്ച വിൽപ്പന. ശൈത്യം തുടങ്ങിയത് തേയിലയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുമെന്ന് വ്യാപാരികൾ. ശൈത്യകാലം തുടങ്ങിയതോടെ ലേലത്തിനെത്തുന്ന തേയിലയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് വ്യവസായികൾ. പല തേയിലത്തോട്ടങ്ങളിൽ നിന്നും വിളകൾ എത്തിത്തുടങ്ങുന്നതിനാൽ വിപണി ഇനിയും മെച്ചപ്പെടുമെന്നാണ് പ്രവചനം. തേയിലപ്പൊടി 91%, ഇല 49% വിറ്റഴിച്ചു. ഓർത്തഡോക്സ് തേയിലയ്ക്ക് കാര്യമായ ഡിമാൻഡുണ്ട്. ക്രിസ്മസ് ന്യൂ ഇയർ വിൽപ്പനയ്ക്ക് കൂടി തയ്യാറെടുക്കുകയാണ് തേയില. രാജ്യത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നും ലീഫിനും ഡസ്റ്റിനും ആവശ്യക്കാരെത്തുന്നത് വിലക്കയറ്റ സാധ്യതകൾക്ക് കടുപ്പം പകരുമെന്ന വിശ്വാസത്തിലാണ് വ്യാപാര രംഗം. കഴിഞ്ഞ ഉത്സവ സീസണുകളിലെല്ലാം തേയില ഡിമാൻഡ് ഗണ്യമായ മുന്നേറ്റമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഖാരിഫ് വിളകളിൽ ഭൂരിഭാഗവും വിൽപ്പന നടക്കുന്നത് താങ്ങുവിലയേക്കാൾ താഴ്ന്ന്. 3 വിളകൾ മാത്രമാണ് ഉയർന്ന വിൽപ്പന രേഖപ്പെടുത്തിയിരിക്കുന്നത്. 14 ഖാരിഫ് വിളകളിൽ 7 താങ്ങുവിലയേക്കാൾ 12 മുതൽ 26% താഴ്ന്ന നിരക്കിലാണ് വിൽപ്പന നടക്കുന്നത്. വിളവെടുപ്പ് സീസണിന്റെ ആദ്യ 2 മാസങ്ങളായ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അടിസ്ഥാന നിരക്കിനേക്കാൾ 10% താഴ്ന്നാണ് മണ്ടികളിലുള്ള വില. പരിപ്പ്, എള്ള്, ബസുമതി ഇതര അരി മാത്രമാണ് താങ്ങുവിലയേക്കാൾ ഉയർന്ന നിരക്കിൽ വിറ്റഴിക്കാനായത്. പരുത്തിവിലയിലും ഇതേ പ്രവണതയുണ്ട്. ബസുമതി ഇതര അരിയുടെ നിരക്കുകൾ സംസ്ഥാനാടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കും. കിൻഡലിന് ശരാശരി നിരക്ക് 2,300 രൂപയാണ് അടിസ്ഥാന താങ്ങുവില. ആഭ്യന്തരാടിസ്ഥാനത്തിൽ ശരാശരി നിരക്ക് കിൻഡലിന് 2,345 രൂപയായിരുന്നു കർഷകർക്ക് ഈ സീസണിൽ ലഭിച്ചത്. ഒഡീഷ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ മാത്രമാണ് ചോളത്തിൽ MSPക്ക് താഴെ റിപ്പോർട്ട് ചെയ്തത്. രാജസ്ഥാൻ, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾ മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക സംരംഭമായ സമുന്നതി കാലാവസ്ഥാ ധനസഹായത്തിനായി 50 കോടി രൂപയുടെ ഗ്രീൻ ബോണ്ട് പുറത്തിറക്കി. കാലാവസ്ഥാ വെല്ലുവിളികളെ പ്രതിരോധിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പ്രമുഖ ഡിജിറ്റൽ ലെൻഡിംഗ് പ്ലാറ്റ്ഫോമായ നോർത്തേൺ ആർക്ക് ക്യാപിറ്റലാണ് ഇഷ്യൂവിന്റെ പ്രാഥമിക സബ്സ്ക്രൈബർ. ഗ്രീൻ ബോർഡിൽ നിന്നുള്ള വരുമാനം രാജ്യത്തെ വിവിധ കാർഷിക മൂല്യ ശൃംഖലകളുടനീളം കാലാവസ്ഥാ സ്മാർട്ട് അഗ്രികൾച്ചറൽ സൊല്യൂഷനുകൾക്കായി ഉപയോഗിക്കുമെന്നാണ് സമുന്നതി വ്യക്തമാക്കിയിരിക്കുന്നത്. 50 കോടി രൂപയാണ് ഗ്രീൻ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തതിലൂടെ കമ്പനി നേടിയത്. കർഷകരുടെ അടിയന്തര ആവശ്യങ്ങളെ പിന്തുണയ്ക്കുന്നതാണ് ഈ നീക്കം. കൂടാതെ മാറുന്ന കാലാവസ്ഥയ്ക്കിടയിലും ഇന്ത്യൻ കാർഷിക രംഗം അഭിവൃദ്ധി പ്രാപിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും സുസ്ഥിര കാർഷിക വളർച്ചയ്ക്ക് അടിത്തറയിടുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഇന്നത്തെ കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം RSS 4 195, RSS 5 191, ലാറ്റക്സ്
123. ജാതിക്ക 370. ജാതിപത്രി 2000 മുതൽ 2100 വരെ. ഗ്രാമ്പു 900. അടയ്ക്ക 200. കാപ്പിക്കുരു 230. കൊക്കോ പരിപ്പ് 650. കുരുമുളക് ഗാർബിൾ 66,300. കുരുമുളക് അൺഗാർബിൾ 64,300. ഏലക്ക 2800 മുതൽ 2950 വരെ. വെളിച്ചെണ്ണ 21,100. കൊപ്ര 15,850. ചുക്ക് 32,500.